ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. കരുണയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഈശോ പറയുന്നുണ്ട് മത്തായി 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്താണ് കരുണ എന്നത്, അതിന്റെ മൂലാർത്ഥം, അതിന്റെ ഭാവാത്മകമായ തലങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. സാധാരണയായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് കരുണയുണ്ടാകണമേ, കരുണ ചെയ്യണമേ എന്നുള്ള പദങ്ങൾ. എന്താണ് നാം അന്വേഷിക്കുന്ന കാരുണ്യം? എന്താണ് നാം അന്വേഷിക്കുന്ന കരുണ? ദൈവത്തിൽ നിന്ന് എന്താണ് നമ്മൾ അഭിലഷിക്കുന്നത് എന്നത് വ്യക്തമായ ധാരണ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് വേണ്ട വിധം വിനിയോഗിക്കാൻ കഴിയൂ. പ്രാർത്ഥന ഒരു ബന്ധമാണ്, റിലേഷൻ വിത്ത് ഗോഡ്. അപ്പൊ ദൈവവുമായുള്ള ഈ ബന്ധത്തിൽ പുരോഗമിക്കണമെങ്കിൽ അർത്ഥമറിഞ്ഞ് നാം കാര്യങ്ങൾ സംസാരിക്കണം. അർത്ഥമറിയാത്ത ഭാഷണങ്ങൾ പലപ്പോഴും വ്യർത്ഥതയായിട്ട് മാറിപ്പോകും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിതിന്റെ സാമാന്യ അർത്ഥത്തെ മാത്രം കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ദയനീയാവസ്ഥയിൽ, ദീനതയിൽ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകണം, ദൈവിക ശക്തി നമ്മിലേക്ക് ഒഴുകണം, സഹായം ഉണ്ടാകണം എന്ന അർത്ഥത്തിലാണ് കരുണ ചെയ്യണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പാപാവസ്ഥയിലായാലും ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കകത്തായാലും ദൈവിക ശക്തി നമ്മെ സഹായിക്കാനായി എത്തണം എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ കരുണയെക്കുറിച്ച് കാണുന്നത്. കരുണ യഥാർത്ഥത്തിൽ കേവലമായ ദൈവത്തിന്റെ ഒരു ദീനദയാലുത നമ്മിൽ പ്രകടമാകുക എന്നത് മാത്രം അർത്ഥമാക്കുന്ന കാര്യമല്ല. കരുണ എന്ന വാക്ക് ഗ്രീക്കിൽ എലിയോസ് എന്ന, അവിടെ കനിവ്, ദയ, കൃപ എന്നിങ്ങനെയുള്ള പല അർത്ഥങ്ങൾ അതിന് കൽപ്പിക്കപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ ഇത് കരുണ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൃ എന്ന ചെയ്യുക എന്ന ധാതുവിനോടൊപ്പം ഉണ എന്ന പ്രത്യയം ചേരുമ്പോഴാണ് കരുണ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. കൃ എന്നാൽ ചെയ്യുക എന്നാണ്, ഉണ എന്നാൽ ഇരിക്കുക, ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. ഒരു പ്രവൃത്തിക്കകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു മൂല്യത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഒരു പ്രവൃത്തിക്കകത്ത് ഉൾച്ചേർന്നിട്ടുള്ള ആത്യന്തിക ഭാവത്തെ കരുണയായിട്ട് കാണാം. കരുണയ്ക്ക് പല അർത്ഥങ്ങൾ നമ്മൾ പറയും. അനുകമ്പ എന്ന് നമ്മൾ പറയും. അനുകമ്പ എന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദയാവായ്പ തോന്നണമെന്ന അർത്ഥത്തിലാണ്. അനു എന്നാൽ പിന്തുടരൽ എന്നാണ് അർത്ഥം. കമ്പ് എന്ന് വെച്ചാൽ വിറയ്ക്കുക. അങ്ങനെ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ഒരാളുടെ വേദനയെ പിന്തുടരുന്നതിനെയാണ് അനുകമ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അർത്ഥതലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കുറെ കൂടി ഗൗരവമായി കരുണയെക്കുറിച്ച് നമുക്ക് ബോധ്യമാവും. ഈശോ പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ്. അതായത് ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ഈ മൂല്യബോധം, സ്നേഹത്തിന്റെ പരമോന്നത പദമായ അപരത്വത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള, അപരത്വത്തിന്റെ വേദനയിലേക്ക് കടന്നു നിൽക്കാനുള്ള ഒരു ശേഷിയാണ് യഥാർത്ഥത്തിൽ കരുണ. ഒരുവന്റെ ദൈന്യതയിലേക്ക്, കുറവിലേക്ക്, പോരായ്മയിലേക്ക് തന്നുള്ളൊഴിഞ്ഞ് കടന്നു നിൽക്കാനുള്ള ഒരു ശേഷിയായിട്ട് കരുണയെ കാണണം. അങ്ങനെ കരുണയെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ കാരുണ്യത്തെ നമുക്ക് വേണ്ട വിധം മനസ്സിലാവും. പലപ്പോഴും നമ്മുടെ ദയനീയാവസ്ഥയിൽ, സങ്കടങ്ങളിൽ, പാപാവസ്ഥയിലൊക്കെ ദൈവം നമ്മുടെ സവിശേഷമായി ഒരു കടന്നു നിൽക്കൽ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ശക്തി നമുക്ക് അനുഭവപ്പെടുത്തൽ ആവശ്യമാണെന്ന അർത്ഥത്തിലാണ് കരുണ ചെയ്യണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ കരുണ പല തരത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട്. ദയാവായ്പായിട്ട്, അവരോട് അനുകമ്പയുള്ളതായിട്ട്, അവരെ സഹായിക്കുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവകാരുണ്യത്തിന്റെ പരമമായ രൂപം ക്രിസ്തുവിലാണ് വെളിപ്പെട്ടത്. ദൈവം മനുഷ്യനോട് എങ്ങനെ കരുണ ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിലാണ്. നമ്മളിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കരുണ ചെയ്യണമെന്നാണ്. വാസ്തവത്തിൽ ദൈവം ചെയ്തു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് കാട്ടാവുന്ന കരുണയുടെ പാരമ്യമാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. ക്രിസ്തു എങ്ങനെയാണ് കാരുണ്യം അനുഭവപ്പെടുത്തിയത്? തന്നെ തന്നെ നൽകിക്കൊണ്ടാണ്. ഈ നൽകൽ ശേഷിയായി കരുണയെ തിരിച്ചറിയണം. നമ്മുടെ കുറവുകളെ ക്ഷമിക്കുന്നതായി തിരിച്ചറിയണം. നമ്മിലേക്ക് കടന്നു നിൽക്കാൻ മനുഷ്യാകൃതി പൂണ്ട ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാരമ്യത്തെക്കുറിച്ചാണ് കരുണയായി നാം മനസ്സിലാക്കേണ്ടത്. ദൈവം ദൈവിക സമാനതകൾ വിട്ട് മനുഷ്യത്വത്തിന്റെ ബലഹീനാവസ്ഥയിലേക്കും കുറവിലേക്കും കടന്നു നിൽക്കുന്നു. അങ്ങനെ ദൈവത്തോട് നമ്മെ രഞ്ജിപ്പിക്കുന്നു എന്നതിനേക്കാൾ
നമ്മെ ദൈവത്തിലേക്ക് എടുത്തു വെക്കുന്ന, തന്റെ സ്നേഹവലയത്തിനകത്ത് ചേർത്ത് വെക്കുന്ന ഒരു പ്രവൃത്തിയായി ക്രിസ്തു മാറുന്നു. ദൈവം രക്ഷിക്കുന്നു എന്ന വാക്ക് യഥാർത്ഥത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നതിന്റെ, നമ്മെ നമ്മുടെ കുറവുകളിലും പരിമിതികളിലും തേടി വരുന്നതിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അങ്ങനെ ദൈവകരുണയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും പരമോന്നതമായ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് ക്രിസ്തു. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ. സ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദമാണ് കാരുണ്യം. കാരുണ്യമില്ലെങ്കിൽ ദൈവത്തിന് അർത്ഥമില്ല. കാരുണ്യം എന്നത് നമ്മെ ഉൾക്കൊള്ളുന്ന ഒരുവന്റെ ഭാവമാണ്, നമ്മുടെ കുറവുകൾ ക്ഷമിക്കുന്നവന്റെ ഭാവമാണ്, നമ്മെ ചേർത്ത് പിടിക്കുന്നവന്റെ ഭാവമാണ്, നമ്മുടെ കുറവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവികമായ ഇടപെടൽ ശേഷിയാണ് യഥാർത്ഥത്തിൽ കരുണ. അങ്ങനെ കരുണയെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അർത്ഥമറിയാതെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മോട് കരുണ കാട്ടിയിട്ടുണ്ടോ? ദൈവം മനുഷ്യകുലത്തോട് കാട്ടിയ കരുണയുടെ പാരമ്യമാണ്, ദൈവസ്നേഹത്തിന്റെ പാരമ്യമാണ് കണ്ടാലും നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത് നമ്മുടെ പോരായ്മകൾ പരിഹരിച്ചപ്പോഴല്ല, കുറവേതുമില്ലാതായപ്പോഴല്ല, അനുദപിച്ചപ്പോഴല്ല, ദൈവത്തിന്റെ സ്നേഹം കവിഞ്ഞൊഴുകിയപ്പോഴാണ്. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് കഴിഞ്ഞൊഴുകിയത്? ദൈവത്തിന്റെ പരമപരിശുദ്ധിയെ നമ്മുടെ ബലഹീനതയിലും കുറവുകളിലേക്കും നിവേശിപ്പിക്കാൻ ദൈവം തിരുമനസ്സായി, നമ്മിൽ വന്ന് വസിക്കാൻ തയ്യാറായി. നാം നല്ലവരായിരിക്കല്ല, കുറവുള്ളവരും പോരായ്മയുള്ളവരുമായിരിക്കെ നമ്മെ കൈവിടാതിരിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, തന്നെ നൽകുന്ന സ്വയം ദാനം കൊണ്ട് നമ്മെ പരിപൂർണതാ മാർഗത്തിലേക്ക് ഉയർത്തുന്ന, മണ്ണിനെ വിണ്ണാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കരുണ. ആ പ്രവൃത്തിക്കകത്ത് അതുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് ഒരു പ്രവൃത്തിയുടെ പ്രക്രിയാപരമായ ഇടപെടൽ കൊണ്ട് മാത്രമേ മനസ്സിലാകൂ. വാക്കുകൊണ്ട് മനസ്സിലാക്കാവുന്ന ഒന്നല്ല കരുണ എന്നറിയണം. കരുണ കേവലമായി നമ്മൾ ഉപയോഗിക്കുന്നു, കാരുണ്യം ചെയ്യണമേ, കരുണ ചെയ്യണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ വ്യാപ്തിയെ മനസ്സിലാക്കുന്നില്ല. ആ വ്യാപ്തിയെ മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവം ക്രിസ്തുവിൽ നമ്മോട് കാട്ടിയ അനന്തമായ സ്നേഹത്തിന്റെ സ്വയംദാനമായ പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരായിട്ട് മാറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുറവുകളെയൊക്കെ ദൈവം അംഗീകരിക്കുന്നില്ലെന്ന്. നമ്മുടെ പരിമിതികളെ അംഗീകരിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണണം. നമ്മുടെ ബലഹീനാവസ്ഥയെ, നമ്മുടെ പോരായ്മയെ, തെറ്റിൽ വീണു പോകുമ്പോഴും നമ്മെ അവിടെ നിന്ന് സ്വന്തമായി കരുതുന്നു. അങ്ങനെ നമ്മിലേക്ക് കടന്നു നിൽക്കുന്നു, പിന്തുടരുന്നു. അതെങ്ങനെയാണ്? വിറയലോടെ, അനുകമ്പയോടെ നമ്മെ പിന്തുടരുന്നു. ഈ അനുകമ്പാർദ്രമായ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയും ബോധ്യവും ഉണ്ടാകണം. യഥാർത്ഥത്തിൽ കരുണ ചെയ്യണമേ എന്ന് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ളൊരു പരിമിതി എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും ദൈവം നമ്മോട് കാരുണ്യം കാട്ടിയിട്ടില്ല എന്നൊരർത്ഥം അതിന് വരും. ദൈവമേ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് ചെയ്ത കരുണയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് വളരുകയാണ് വേണ്ടത്. അല്ലാതെ ദൈവം ഇനി എന്തെങ്കിലും ഒരു കാരുണ്യം നമ്മോട് കാട്ടേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരമമായ പ്രവൃത്തി ക്രിസ്തുവിൽ സ്വയംദാനമായി മാറി നമ്മെ വീണ്ടെടുത്ത ആ പ്രവൃത്തിയിൽ ഉള്ളടങ്ങിയിട്ടുള്ള കാരുണ്യത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ കാണാതെ പോകും. അങ്ങനെ കാരുണ്യത്തിന്റെ പ്രവൃത്തിയെ കാണാതെ പോകുന്നതിന് ഒരു പരിമിതി നമുക്കുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ദൈവവും നമ്മളും രണ്ടാണെന്നാണ്. ദൈവം നമ്മളിൽ നിന്ന് അകലെയാണെന്നാണ്. ആകാശങ്ങളിലിരിക്കുന്ന ഒരുവനായിട്ട് ദൈവത്തെ കാണുകയും പരമ നന്മയായിട്ട് കാണുകയും ഏറ്റവും അകലത്തിൽ ഒരു ഗർത്തത്തിനകത്ത് തിന്മയായിരിക്കുന്നു നമ്മൾ ഇരിക്കുകയും ചെയ്യുന്നു എന്ന ബോധത്തിലല്ല ദൈവത്തെ നമ്മൾ കാണേണ്ടത്. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നു, ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം. ദൈവം മനുഷ്യനായി എന്നത് മനുഷ്യത്വത്തെ വീണ്ടെടുക്കുന്ന പ്രവൃത്തിയാണ്. നമ്മുടെ മനുഷ്യത്വത്തിനകത്ത് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ കരുണയുള്ളവരാണ് നമ്മൾ. നമ്മുടെ അകത്ത് കരുണയുണ്ട്, ദൈവത്തിന്റെ അനന്ത കരുണയുണ്ട്. ആ കരുണയാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന യേശു, നമ്മിൽ ജീവിക്കുന്ന യേശു. അങ്ങനെ ഒരു യേശുവിനെ നമ്മുടെ അകത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവഭാവന അല്ലെങ്കിൽ ദൈവബോധം എന്ന് പറയുന്നത് ഒരു പാഴ്പ്രവൃത്തിയായിട്ട് മാറും. ശ്രീ ശങ്കരനെ കുറിച്ച് വിവേകാനന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് തർക്കശേഷിയാണ്, എന്തറിവാണ്, പക്ഷെ കാരുണ്യമില്ല. എന്ത് അറിവാണ്, എന്ത് തർക്കശേഷിയാണ്, പക്ഷെ
കരുണയില്ല. അറിവും നമ്മുടെ തർക്കശേഷിയുമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാവനാപരമായ ചിന്തകളോ അറിവോ വിജ്ഞാനമോ ഒന്നുമല്ല. പരമപ്രധാനമായിട്ടുള്ളത് തന്നിൽ നിന്ന് പുറത്തു കടക്കാനും അപരത്വത്തിലേക്ക് നീണ്ടു നിൽക്കാനുമുള്ള ഭാവമാണ്. ദൈവം പ്രകടമാകുന്നത് അവിടെയാണ്. നമ്മളിലുള്ള ദൈവഭാവം എങ്ങനെയാണ് പ്രകടമാകുക? അത് കാരുണ്യത്തിലാണ്. അത് ഇല്ലാത്തവരോട് കാണിക്കുന്ന ഒരു സിമ്പതിയിലല്ല, സഹതാപം അല്ല, ഒരു എമ്പതിക് വേ ആണ്. അതായത് ഒരു സഹഭാവനയാണ്, അവനിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ പക്ഷം ചേർന്ന് നിൽക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഇൻക്ലൂസീവ് നേച്ചറിനകത്തേക്ക് എല്ലാറ്റിനെയും ഉൾച്ചേർക്കുന്ന ദൈവികമായ ഈ ഭാവത്തെ, കാരുണ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വേണം കരുതാൻ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അർത്ഥമറിയാതെ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഇനിയും എന്തോ കാരുണ്യം ചെയ്യാനുണ്ട്. നമ്മുടെ ദയനീയാവസ്ഥയിൽ, ദീനാവസ്ഥയിൽ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ, നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ, രോഗാവസ്ഥയിൽ ഒക്കെ ദൈവം ഒരു കരുണ ചെയ്യണം. നമ്മൾ അകൃത്യം ചെയ്തു പോയി, ദൈവം ഒരു കരുണ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ പ്രവർത്തികളുടെ എല്ലാ പരിമിതികളിലേക്കും ഇറങ്ങി വരാൻ ക്രിസ്തു തയ്യാറായി. യേശുവിൽ അത് വെളിപ്പെട്ടു. യേശുവാണ് കരുണ. കരുണയുടെ മുഖമാണ് യേശു. അങ്ങനെ കരുണയുടെ മുഖമായും കരുണയുടെ പ്രക്രിയാപരമായ രൂപമായും ക്രിസ്തുവിനെ കാണാൻ പറ്റണം. ദൈവം രക്ഷിക്കുന്നു എന്നത് നമ്മിലേക്ക് ദൈവം കടന്നു നിൽക്കുന്നു. ദൈവികതയുടെ എല്ലാ ഭാവവാഹാദികളും മാറ്റിവെച്ച് മനുഷ്യന്റെ ആകൃതിയിൽ, മനുഷ്യത്വത്തിന്റെ ബലഹീനതയിൽ, ദുർബലാവസ്ഥയിൽ ദൈവമായിരിക്കുന്നു. അങ്ങനെ ദൈവം നമ്മുടെ അകമയുണ്ടെന്നും ദൈവികതയിലാണ് നമ്മുടെ ജീവിതമെന്നും നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്രത്തോളം ഇങ്ങനെ കടന്നു നിൽക്കാൻ ശേഷി ഉണ്ടാകുന്നുവോ, അവരെ അംഗീകരിക്കുന്നുവോ, കുറവോടും പരിമിതിയോടും കൂടെ സ്നേഹിക്കുന്നുവോ, എത്രത്തോളം മറ്റുള്ളവരെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്കാകുന്നുവോ, മറ്റുള്ളവരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ എത്രത്തോളം അഴിയുന്നവരായി മാറുന്നുവോ, ആർദ്രതയുള്ള ഹൃദയം ഉണ്ടാകുന്നുവോ, അവിടെയാണ് കരുണ എന്ന ഭാവം പ്രകടമാകുക. അത് ക്രിസ്തുവിന്റെ ഭാവമാണ്. ഈ കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് വിശുദ്ധ മത്തായി സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ഗ്രീക്ക് മൂലത്തിൽ കരുണ എന്നത് എലിയോസ് എന്നാണ്. എലിയോസ് എന്ന് വെച്ചാൽ കനിവ്, ദയ, കൃപ എന്നീ അർത്ഥവ്യാപ്തിയുള്ളവയാണ്. ഒരു പദം ഒരു പരിമിതാവസ്ഥയുള്ള കാര്യമാണ്. ഭാഷ എപ്പോഴും പരിമിതമാണ്. ഈ ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് അതിനെ കാണാൻ പറ്റണം. ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് കാണുമ്പോഴാണ് കനിവിന്റെ രൂപം നമ്മിൽ പ്രകടമാകുക. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ജീൻ വാൽജിന്റെ കഥയിൽ, ജീൻ വാൽജിൻ വിളക്കുകാലുകൾ മോഷ്ടിച്ച് പോലീസിനാൽ പിടികൂടപ്പെട്ട് ബിഷപ്പിന്റെ മുന്നിലെത്തുന്നുണ്ട്. അങ്ങനെ ബിഷപ്പിന്റെ മുന്നിലെത്തുമ്പോൾ ഇവൻ ഇത് ഇവിടുന്ന് മോഷ്ടിച്ചെടുത്തവയാണ് എന്ന് പോലീസ് അധികാരി പറയുന്നു. അത് സത്യമായ കാര്യമാണ്. വിളക്കുകാലിലൊക്കെ ബിഷപ്പ് ഹൗസിന് മുദ്രയുണ്ട്. കള്ളനായ ജീൻ വാൽജിന്റെ കയ്യിൽ നിന്നാണ് പിടികൂടപ്പെട്ടിട്ടുള്ളത്. ഇവ മോഷ്ടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഇത് ഞാൻ ഇവന് കൊടുത്തതാണ് എന്ന് പറയുന്നത്. ഉപാധിയില്ലാതെ അപരത്വത്തിലേക്ക് കടന്നു നിൽക്കാം. യഥാർത്ഥത്തിൽ ജീൻ വാൽജിന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഏറ്റവും അനുഭവതലം ഉയരുന്നത് ബിഷപ്പിന്റെ ഈ വാക്കുകളിലാണ്. ഇത് ഞാൻ ഇവന് കൊടുത്തതാണ്. അവനെ കുറ്റപ്പെടുത്തുന്നില്ല, അവന്റെ കുറവിലേക്ക് നോക്കുന്നില്ല, അവനെ രക്ഷിക്കുന്നവനായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്, ഇവനെ അങ്ങ് അറിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ പറയുന്നത് ഇവൻ എൻ്റെ സഹോദരൻ. അങ്ങനെ തന്നിൽ നിന്ന് പുറത്തു കിടന്ന്, ഒരു ബിഷപ്പ് തന്നിൽ നിന്ന് പുറത്തു കിടന്ന് ഒരു മോഷ്ടാവിലേക്ക് സംക്രമിക്കുകയാണ്. അങ്ങനെ അവനെയും തന്റെ ഭാഗമാക്കുകയാണ്. അവനെ തന്റെ ഭാഗമാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പിറ്റേന്ന് മുതൽ ഈ ദേവാലയത്തിന്റെ മുൻപിൽ അതിശൈത്യമുള്ള പ്രഭാതങ്ങളിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കാണുന്നു ജീൻ വാൽജിനെ. ജീൻ വാൽജിൻ തന്റെ നീചാവസ്ഥയിൽ നിന്ന് മോചിതനാകുന്നത്, പരിതാവസ്ഥയിൽ നിന്ന് മോചിതനാകുന്നത് ഈ പറഞ്ഞ ഒരു കടന്നു നിൽക്കൽ ശേഷി കൊണ്ടാണ്. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴും തള്ളി മാറ്റുമ്പോഴും യഥാർത്ഥത്തിൽ ഈ കനിവിന്റെ രൂപം നമ്മിൽ പ്രകടമാകാതെ പോകും. ദൈവത്വം നമ്മിൽ നിന്ന് പുറത്തു കടന്ന് അപരത്വത്തെ കൂടി ചേർത്ത് പിടിച്ച് അപരത്വത്തെ ദൈവവൽക്കരിക്കുകയും അങ്ങനെ അപരോന്മുഖമായ ഒരു ഉണ്മ, സ്നേഹത്തിന്റെ പൂർത്തി നമ്മൾ കാണുകയും ചെയ്യാം. വാസ്തവത്തിൽ ഈ അനുകമ്പ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇല്ലാത്തതിനോട് കാണിക്കുന്ന സഹതാപമല്ലെന്ന് ഞാൻ പറയുന്നു. ഈ സഹതാപത്തിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ രണ്ടായിട്ട് നിർത്തും.
നമ്മൾ ഒരു കാര്യമില്ലാത്തവനെ കാണുമ്പോൾ നമുക്ക് കാരുണ്യം തോന്നുന്നു എന്ന് പറയുന്നത് അവിടെ അവന്റെ ഈ പതിതാവസ്ഥയിൽ അവനോട് കാണിക്കുന്ന ഒരു ദയാവായ്പാണ്. ഇത് കേവല ദയയാണ്. യഥാർത്ഥത്തിൽ ആ ദയ അവന്റെ സാഹചര്യത്തെ സഹായിച്ചേക്കാം, പക്ഷെ അവന് മോചനം കൊടുക്കുന്നില്ല, അവനെ ചേർത്ത് പിടിക്കുന്നില്ല. ഈ ചേർത്ത് പിടിക്കൽ ശേഷി ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് അയാളിൽ നിന്ന് വിമോചനം ഉണ്ടാകുന്നത്, അയാളുടെ പതിതാവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നു. അങ്ങനെ കൂടെ നിൽക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒന്നായിട്ട് മാറണം. ദൈവം മനുഷ്യനായി മാറി എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ദൈവത്തിന് ഒരു മനുഷ്യാവതാരമില്ലാതെ മനുഷ്യനെ രക്ഷിച്ചുകൂടെ? ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, മനുഷ്യരെല്ലാവരും ശുദ്ധരാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ ദൈവം ചെയ്യുന്നത് ദൈവത്വത്തെ മനുഷ്യത്വത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അതിനുവേണ്ടി ദൈവിക സമാനതകൾ കൈവിടിയുന്നു. ആ ദൈവിക സമാനതകൾ കൈവിടിഞ്ഞ് മനുഷ്യത്വത്തിലേക്ക് വരുന്നു. അങ്ങനെ മനുഷ്യത്വത്തിലേക്ക് വന്ന ക്രിസ്തുവിൽ കരുണയുടെ പരമമായ രൂപം വെളിപ്പെടുന്നു, ദൈവസ്നേഹത്തിന്റെ രൂപം വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ഒരു ദയാവായ്പ തങ്ങളുടെ മേൽ വേണമെന്ന് പറയുന്ന ഒരു ഭാഗം പുതിയ നിയമത്തിൽ കാണുന്നത് വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 9:22 അപസ്മാര രോഗിയായ കുട്ടിയുടെ പിതാവ് യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കരുണ തോന്നണം. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കരുണ തോന്നി ഇവനെ മോചിപ്പിക്കണം. ബാക്കി എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കാരുണ്യം ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന നിലയ്ക്കാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ കാരുണ്യം. യേശു ക്രിസ്തു ഈ കാരുണ്യത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് കുരിശിലാണ്. ആ കുരിശിൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ഈ ദൈവകരുണ യാഥാർത്ഥ്യ അനുഭവമായി മനുഷ്യൻ അനുഭവിക്കുന്നില്ല, സമ്പൂർണമാക്കപ്പെടുന്നില്ല. ദൈവകരുണയുടെ സമ്പൂർണത ക്രിസ്തുവിന്റെ കുരിശിലാണ്. ഒരുവിനു വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു, അതും കേണപേക്ഷിക്കുന്നൊരുവിന് വേണ്ടിയല്ല, അനുദപിക്കുന്നൊരുവിന് വേണ്ടിയല്ല, തെറ്റേറ്റു പറയുന്നൊരുവിന് വേണ്ടിയല്ല, മാനസാന്തരത്തിന്റെ വഴിയെ ചരിക്കുന്നൊരുവിന് വേണ്ടിയല്ല, പാപത്തിലായിരിക്കുന്ന, ബലഹീനതയിൽ മുഴുകിയിരിക്കുന്ന, ഈ ലോകത്തിന്റെ നീചത്വത്തിൽ മുഴുവൻ മുഴുകിയിരിക്കുന്ന മനുഷ്യവംശത്തെ ഒന്നാകെ വീണ്ടെടുക്കാൻ വേണ്ടി അവന്റെ പതിതാവസ്ഥയിലേക്ക് ഇറങ്ങി വരികയും അവന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവന് പകരമായി കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന ഒരുവൻ അവനെ വിമോചിപ്പിക്കുന്നു. അതിൽ ഈ പറഞ്ഞ മനുഷ്യന്റെ ഇടപെടൽ ശേഷിയല്ല ഉള്ളത്, മനുഷ്യത്വത്തിലേക്ക് കടന്നു നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ആ ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയെ കരുണയായിട്ട് കാണണം. അങ്ങനെ കാണുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരാളെയും ഒഴിവാക്കാൻ കഴിയില്ല, ഒരാളെയും അകറ്റി നിർത്താൻ കഴിയില്ല, ഒരുത്തനിലും നീചത്വം ആരോപിക്കാൻ കഴിയില്ല, ഒരുവനെയും കൈവിടാൻ കഴിയില്ല. ഫ്രാൻസിസ് പാപ്പ സ്വവർഗാനുരാഗികളെ വിധിക്കാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ചതിന്റെ പിന്നിൽ ഇങ്ങനെ വിധിയാളനായ ഒരുവൻ കരുണയായി മാറിയതിന്റെ ഓർമ്മ ശക്തമായി പ്രേരണയായി നിൽക്കുന്നുണ്ട്. ആ പ്രേരണയെ നമ്മൾ പലപ്പോഴും കാണാതെ പോകും. തെറ്റ് ചെയ്യുന്നവരല്ലേ, ഇവരെങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് തോന്നും. തെറ്റു ചെയ്യുന്ന മനുഷ്യന്റെ പരിമിതാവസ്ഥയിലേക്ക് കടന്നു നിൽക്കാൻ ശേഷി ഉണ്ടാവുമ്പോഴാണ് ദൈവം ദൈവമായി മാറുന്നത്. മനുഷ്യനോട് സമനായ ഒരുവനല്ല, ഉന്നതമായ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകാശപൂർണമായ രൂപമാണ് ക്രിസ്തുവിൽ പ്രകാശിതമാകുന്നത്. ആ ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട അനുകമ്പ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നതും അവരന്റെ എന്തെങ്കിലും കുറവിൽ അവനെ സഹായിക്കുന്ന കേവല പ്രവൃത്തിയല്ല, കേവല ഔദാര്യമല്ല, അത് ദൈവിക പ്രവൃത്തിയാണ്. ആ ദൈവിക പ്രവൃത്തിയാകട്ടെ അപരത്വത്തെ വീണ്ടെടുക്കുന്ന പ്രവൃത്തിയാണ്. അത് തന്നെ തന്നെ നൽകിക്കൊണ്ടാണ്. ഈ സ്വയംദാന ശേഷിയിൽ അടിസ്ഥാനമിടാതെ കരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപകടമായി പോകും. സുവിശേഷത്തിൽ ബാക്കി എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്നത് ദൈവം ചെയ്ത കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ കാരുണ്യ വായ്പ് ആനുകാലിക ലോകത്ത് പ്രകടമാക്കാൻ നാം വിളിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലുമാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ആരോട് കൂടെ ചേരാനാണ് ഭൂമിയിലേക്ക് വന്നത്? പതിതാവസ്ഥയിലുള്ളവന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാ, വീട് പോയവന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാ, നീതി പ്രവർത്തിക്കുന്നതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയല്ല. കുറവിനും പോരായ്മയിലും തന്നെ തന്നെ നൽകി അവനെ വീണ്ടെടുക്കുക എന്ന ധർമ്മം നിറവേറ്റാനാണ് താൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ അവരനെ സ്നേഹം കൊണ്ട് പരിപൂർണതയിൽ എത്തിക്കുക എന്ന പ്രവൃത്തിയാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്.
നാം ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ കരുണ ചെയ്യണമെന്നാണ്. നമ്മൾ ദയാവായ്പിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മുടെ കുറവിലും പോരായ്മയിലും ഒക്കെ നന്മ ചെയ്യുന്നവനായി വരണമെന്ന അർത്ഥത്തിലാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുറ്റമൊക്കെ പുറത്തിനോട് കരുണയായിരിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മോട് കാട്ടിയ ക്ഷമയും സ്നേഹവും അറിയാതെ പോവാം. നമ്മളിപ്പോൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ എങ്ങനെയാ? എനിക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയും. ഇത്രയും സ്നേഹം എന്നോട് കാണിച്ചിട്ടും, പാപം അങ്ങനെയാണല്ലോ, ഇത്രയും സ്നേഹം എന്നോട് കാണിച്ചിട്ടും, എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ തയ്യാറായിട്ടും, എന്റെ പാപങ്ങൾ ഏറ്റെടുത്തിട്ടും നിന്നോട് ഞാനിപ്പോഴും കാട്ടിക്കൊണ്ടിരിക്കുന്നത് നീതിപൂർവകമല്ലാത്ത ജീവിതമാണല്ലോ, വിശ്വസ്തതയില്ലാതാണല്ലോ, സ്നേഹമില്ലാതെയാണല്ലോ എന്നുള്ള വിലാപമാണ് കർത്താവെ കരുണയായിരിക്കണമെന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ടാവേണ്ടത്. അതല്ലാതെ ദൈവം എൻ്റെ ഈ പതിതാവസ്ഥയിലേക്ക് ഇനിയും കാരുണ്യം ചൊരിയണമെന്നല്ല. കാരുണ്യം എന്നേ ചൊരിഞ്ഞു കഴിഞ്ഞു. എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട ഈ കാരുണ്യത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെയും അംഗീകരിക്കാതെയും തിരസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ജീവിതം എൻ്റെ പക്ഷത്തുണ്ടാകുന്നുണ്ട് എന്ന അവബോധത്തിലേക്ക് എന്നെ ഉയർത്തുകയും ദൈവം എന്നോട് കാട്ടിയ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ഇൻ ഹിം. അതുകൊണ്ടാണ് കരുണയിൽ ആശ്രയിക്കുക, ശരണപ്പെടുക എന്ന് പറയുന്നത്. ആ കരുണയിൽ ശരണപ്പെടുക. ഞാൻ ബലഹീനനാണ്, കുറവുള്ളവനാണ്, പോരായ്മയുള്ളവനാണ്, കർത്താവെ എന്നോട് കരുണയാകണമെന്ന് പറയുമ്പോൾ ഞാൻ ആ കരുണയിൽ ശരണപ്പെടുന്നു എന്നാണ് അർത്ഥം. അതല്ലാതെ ഒരു പുതിയ കരുണ എനിക്ക് നൽകണമെന്നല്ല. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഈ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇങ്ങനെ പാപികളെ വിളിക്കാനാണ് വന്നത്, സകലരെയും മോക്ഷത്തിലെത്തിക്കുന്ന, മണ്ണിനെ വിണ്ണാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് എൻ്റെ സ്നേഹപ്രവൃത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ കരുണയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിരപരാധരെ നിങ്ങൾ വിധിക്കുമായിരുന്നില്ല. മത്തായി 12:7 പഠിപ്പിക്കാൻ, നിങ്ങൾ നിരപരാധരെ വിധിക്കുമായിരുന്നില്ല. നമുക്കൊരാളുടെയും ജീവിത പ്രവൃത്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ പോലും അയാളുടെ ജീവിതത്തിൽ അയാൾ അത് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരാൾ എങ്ങനെയാണ് അയാളുടെ ജീവിതത്തിൽ ഈ തിന്മകൾക്ക് വിധേയപ്പെടുന്നത്, എന്താണ് അയാളെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്, ദൈവസ്നേഹത്തിനെതിരായി നിൽക്കാൻ കാരണമായി മാറുന്നത്, അയാളുടെ ജീവിതാനുഭവങ്ങൾ, അയാളുടെ ആന്തരികമായ സൗഖ്യക്കുറവുകൾ, അയാൾ അനുഭവിച്ചിട്ടുള്ള പീഡകൾ, അയാളുടെ ചുറ്റുപാടുകൾ, അയാളുടെ സങ്കടാവസ്ഥ, അയാളുടെ അറിവില്ലായ്മ, ഇവയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അയാളിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റൂ. ഈശോ എങ്ങനെയാണ് എല്ലാവരെയും ഉൾക്കൊണ്ടത്? ഇവർക്കറിവില്ല, ഞാൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ഇവരാരാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ദൈവം ആരാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ഇവർ ചെയ്യുന്ന പ്രവൃത്തിയും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഈ പ്രവൃത്തി എന്തുകൊണ്ടാണ് യേശുവിനോട് ഉണ്ടാകുന്നത്? യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. ഇവൻ ജീവന്റെ നാഥനാണെന്നും ഇവൻ എന്നെ രക്ഷിക്കാൻ വന്നവനാണെന്നും തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യന്റെ അന്ധകാരമാണ് അവനെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിക്കുന്നത്. ഞാനും നിങ്ങളും സ്നേഹമാകുന്ന ദൈവത്തെ, ക്രിസ്തുവാകുന്ന ബോധത്തെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കാത്തത് കൊണ്ടാണ് തെറ്റുകൾ ചെയ്തു പോകുന്നത്. എനിക്കത് ബോധ്യമാകാത്തത് കൊണ്ടാണ്. എൻ്റെ പരിമിതിയാണ്. എൻ്റെ ആ പരിമിതിയെ തിരിച്ചറിയുന്ന ഒരുവനാണ് ദൈവം. അതുകൊണ്ട് നിങ്ങൾ പാപികളെ വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിരപരാധരെ വിധിക്കുമ്പോൾ, അന്യനെ വിധിക്കുമ്പോൾ നിങ്ങൾ അകപ്പെടുന്നത് കാരുണ്യരഹിതമായ ലോകത്താണ്. കാരുണ്യരഹിതമായ ഒരു തടവറയ്ക്കകത്തായി നമ്മൾ പോവാണ്. അതുകൊണ്ട് നമ്മിൽ നിന്ന് സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണതയായ കാരുണ്യത്തിന്റെ പ്രവൃത്തി നമ്മിലുണ്ടാകുന്നില്ല. നമ്മുടെ പ്രവൃത്തിക്കകത്തുണ്ടാകേണ്ട ദൈവസ്നേഹത്തിന്റെ ഈ പൊരുൾ അടച്ചു വെക്കപ്പെടുന്നു. അത് അനുഭവപ്രദമാകുന്നില്ല. ക്രിസ്തുവിനുള്ള സ്നേഹം നമ്മൾ എങ്ങനെ പ്രഖ്യാപിക്കുക? നമ്മോട് ഇങ്ങനെ കരുണ കാണിച്ച, സ്നേഹം കാണിച്ച, നമുക്ക് വേണ്ടി പകരം നിന്ന് കുരിശിൽ മരിച്ച ഒരുവനോട് നമ്മൾ എങ്ങനെയാണ് പ്രത്യുത്തരിക്കേണ്ടത്? മത്തായി സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 33-ാം തിരുവചനത്തിൽ നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ പറയുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് യജമാനന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ഞാൻ നിന്നോട് സഹാനുഭൂതി കാണിച്ചു, നീ നിന്റെ സഹസേവകനോട് അത് കാണിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ നിന്റെ കടമടച്ചു, നീ എന്തുകൊണ്ട് അടച്ചില്ല? എനിക്ക് കിട്ടിയ ഈ ക്ഷമ, എനിക്ക് കിട്ടിയ സ്നേഹം, എന്നോട് അവിടെ നിന്ന് കാണിച്ച ഈ കാരുണ്യം ഞാൻ മറ്റുള്ളവരോട് കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു സ്നേഹാനുഭവത്തിനാകുക, കാരുണ്യം അനുഭവിക്കുന്നവനായിട്ട് മാറുക. കർത്താവിനോട് കരുണ ഉണ്ടാകണമെന്ന് പറയുമ്പോഴല്ല, ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോട് ദൈവം എന്നോട് ക്ഷമിച്ചതിൻ്റെ പങ്കായി, പ്രതിപ്രവർത്തനമായി ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് ദൈവം എങ്ങനെയാണ് എന്നോട് ക്ഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും.
ദൈവം ക്ഷമിച്ചത് മനസ്സിലാകാതെയും ദൈവം എന്നോട് കാട്ടിയ അനന്തമായ കാരുണ്യം മനസ്സിലാക്കാതെയും ഇരിക്കുമ്പോൾ ഞാൻ കരുണാരഹിതമായ ഹൃദയമുള്ളവനായിട്ട് മാറിപ്പോകും. അത് ശിക്ഷയ്ക്ക് കാരണമാവും. കാരണം അത് ദൈവം നമ്മെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി സ്നേഹവലയത്തിൽ നിന്ന് വീണു പോകും. കാരണം നമ്മിൽ നിക്ഷിപ്തമായ ദൈവിക സ്നേഹത്തെ നാം തള്ളിക്കളയുകയും ലോകപക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്യും. ക്രിസ്തുവിനെ തള്ളുമ്പോൾ നാം സ്വയമേ തള്ളപ്പെടുകയാണ്. അങ്ങനെയാണ് അന്ധകാരത്തിൽ നമ്മൾ നിബന്ധിക്കുന്നത്. ദൈവം എങ്ങനെയാണ് കാരുണ്യം കാണിക്കുന്നത്? ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു മുഖം ദീനാനുകമ്പയാണ്. തന്റെ മുമ്പിൽ മുട്ടുകുത്തി ഒരു കുഷ്ഠരോഗി ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ദൈവത്തിന്റെ മനസ്സ് ആർദ്രമാണ്, അലിവുള്ളതാണ്. അത് വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കരുണ കാണിക്കുകയാണ്, കാരുണ്യത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ. എന്താണ് ഒരു കുഷ്ഠരോഗിയുടെ മേൽ കൈനീട്ടി ഹൃദയത്തിലുള്ള കരുണയെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ദൈവം ഇങ്ങനെ മനുഷ്യന്റെ വേദനകളിൽ ഉൾച്ചേരുന്ന അനുകമ്പ പറയലോടെ പിന്തുടരുന്ന ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നവനാണ് എന്ന് വെളിപ്പെടുത്താം. സുവിശേഷത്തിൽ നിരവധി സൗഖ്യാനുഭവങ്ങൾ നമുക്ക് കാണാം. അവിടെയെല്ലാം ഹൃദയം അലിയുകയാണ്. ഒരുവന്റെ വേദനയിൽ, ഒരുവന്റെ മാനസികമായ തകർച്ചയിൽ, ഒരുവന്റെ പാപാവസ്ഥയിൽ, ഒരുവന്റെ ദീനതയിൽ, ഒരുവന്റെ ഇല്ലായ്മയിൽ അവന്റെ ഹൃദയം അനുഭവിക്കുന്ന വ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളൊരു ശേഷിയായി ക്രിസ്തു തന്നെ തന്നെ പ്രകടമാക്കുന്നത് കുരിശിൽ താൻ ചെയ്യാൻ പോകുന്ന പരിപൂർണമാകുന്ന കരുണയുടെ വെളിപ്പെടുത്തൽ. കുരിശിലാണ് ആ കരുണയുടെ പരിപൂർണമായ വെളിപ്പെടുത്തൽ. 1 പത്രോസ് 2:24 പറയുമല്ലോ, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ സൗഖ്യം നൽകുന്നത്? മുറിവേറ്റുകൊണ്ടാണ്. എങ്ങനെയാണ് പാപം മോചിക്കുന്നത്? പാപിയായി എണ്ണപ്പെട്ടുകൊണ്ടാണ്. പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ തറയ്ക്കപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ സ്വയം ഉപേക്ഷിച്ചുകൊണ്ടും മരിച്ചുകൊണ്ടും മുറിവേറ്റുകൊണ്ടും അവരന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു നിൽക്കുകയും അവനെ പതിതാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയായി ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട കരുണയെ നമുക്ക് ബോധ്യമാകുക. ആ ബോധ്യതലത്തിൽ നിന്ന് ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കരുണാസ്മരണമായിട്ട് മാറുക. അപ്പോഴാണ് കരുണയ്ക്ക് സ്വാഭാവികമായ അനുകമ്പ അല്ലെങ്കിൽ ദയ എന്ന കേവലാർത്ഥങ്ങളെക്കാൾ, ചെറിയ പ്രവൃത്തികളെക്കാൾ, ഔദാര്യ പ്രവൃത്തികളെക്കാൾ അപ്പുറമുള്ള ഒന്നായിട്ട് മാറുക. അത് അവരനെ പൂർണ്ണമായും ആശ്ലേഷിക്കുന്ന, ഉൾക്കൊള്ളുന്ന, അവരിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. അപ്പോഴാണ് അവരെന്നെ ന്യായീകരിക്കുന്നവരായിട്ട് മാറുക. ക്രിസ്തു അങ്ങനെ ന്യായീകരിക്കുകയാണ് കുരിശിൽ. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. നമ്മിലേക്ക് കടന്നു നിന്നുകൊണ്ടാണ് നമ്മെ ഉൾച്ചേർക്കുന്നത്. ഈ ഭാവം ജീവിതത്തിൽ പ്രകടമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നാണ് ദൈവകരുണ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യകുലത്തിന് നൽകിയ മഹത്തായ സ്നേഹാനുഭവത്തെക്കുറിച്ച് സ്വസ്ത്രഗീതത്തിൽ മറിയം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 1:50. ദൈവം തലമുറകൾ തോറും ഈ കരുണ വർഷിക്കും. ദൈവത്തിന് അനന്ത സ്നേഹത്തിന്റെ പ്രവൃത്തി ഈ ലോകസമക്ഷം വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യത്വത്തിലേക്ക് പ്രവേശിച്ചു. മനുഷ്യത്വത്തെ ആകെ ദൈവത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സ്നേഹപ്രവൃത്തിയായിട്ട് ക്രിസ്തുവിന്റെ യാഗം മാറി. ആ യാഗം ആനുകാലിക ലോകത്തും സ്ഥിരമായ ഒന്നാണ്, എന്നേക്കുമുള്ളതാണ്. അവിടുത്തെ സ്നേഹം അചഞ്ചലമാണ്, സുസ്ഥിരമാണ്, എന്നേക്കുമുള്ളതാണ്. ആ സ്നേഹപ്രവൃത്തിക്കകത്താണ് നമ്മുടെ ജീവിതം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മറിയം അതിന് നന്ദി പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നന്ദിയല്ല ഉള്ളത്, നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നോട് ചെയ്ത കാരുണ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണെങ്കിൽ ആ പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ അംശം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതേസമയം ആ കരുണയിൽ ശരണപ്പെടുക, നമ്മെ തന്നെ ചേർത്ത് വെക്കുകയും ആ കരുണയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ട്രസ്റ്റ് ഇൻ ഹിം എന്നൊരു ഭാവത്തിലേക്ക് ഉയരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അർത്ഥമറിയാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും. യഥാർത്ഥ കരുണയെ തിരിച്ചറിയാത്തവരായിട്ട് മാറും. ഈശോ നമ്മെ ക്ഷണിക്കുന്നത് ഈ കാരുണ്യത്തിൽ പങ്കുകാരാകാനാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ 6:36 പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകും. ഈ കാരുണ്യത്തിലേക്ക് ചേരുമ്പോഴാണ് പരിപൂർണത. എന്താണ് നമ്മുടെ പരിപൂർണത? ഈ കാരുണ്യമായിട്ട് മാറുക. അങ്ങനെ കാരുണ്യമുള്ളവരായിട്ട് മാറാൻ എന്ത് ചെയ്യണമെന്ന് ലൂക്കാ 6:35 പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ശത്രുക്കളെ സ്നേഹിക്കണം, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുകയും നന്മ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ സ്വർഗസ്ഥന്റെ പിതാവായിട്ട് നമ്മൾ എണ്ണപ്പെടണം. എങ്ങനെയാണ് കാരുണ്യം? നാനാവിധമായ പ്രവർത്തികളിലൂടെയാണ്. ബെനഡിക്റ്റ് പാപ്പ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ സ്നേഹമെന്നാണ് പറഞ്ഞത്.
അത് പ്രവൃത്തിയിൽ, ഈ ശാരീരികതയിൽ, ഭൗതികതയ്ക്കകത്ത് ഈ സ്നേഹം എങ്ങനെയാണ് പ്രയോഗക്ഷമമാകുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് പ്രവർത്തിക്കുന്നത് ഈ കരുണ എന്ന ഭാവത്തിലാകണം. ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ഈ സ്നേഹത്തിന്റെ ഒഴുക്ക് അനുഭവപ്പെടുത്തുന്നതായിട്ട് മാറണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം പിതാവിന്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുക. പരിപൂർണത ഈ സ്നേഹപ്രവൃത്തിയാണ്, കാരുണ്യമാണ്. കാരുണ്യം എന്നതിനെ ഇങ്ങനെ സമ്പൂർണമായ സ്നേഹത്തിന്റെ മാർഗമായി തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. കാരുണ്യത്തെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയായിട്ട്, ഏതെങ്കിലും ഒരു സഹായമായിട്ട്, ഔദാര്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഒരു മൂർത്തഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റണം. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹത്തെ കാണാൻ പറ്റണം. നല്ല സമരിയക്കാരന്റെ ഉപമ പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 37-ാം തിരുവചനത്തിൽ നിയമജ്ഞനോട് ചോദിക്കുകയാണ്, ആരാണ് നല്ല അയൽക്കാരനെന്ന് ചോദിക്കുമ്പോൾ ഈ നിയമജ്ഞൻ പറയുന്നുണ്ട്, അവനോട് കരുണ കാണിച്ചത്. ഈശോ പറയണം, നീയും പോയി അതുപോലെ ചെയ്യുക. ഈ അയൽക്കാരൻ എന്ന് പറയുന്ന ഒരാളെ നിർമ്മിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ അയൽക്കാരനെ അവനവനായി തിരിച്ചറിയുക, ക്രിസ്തുവായി തിരിച്ചറിയുക എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നല്ല സമരിയാക്കാരൻ ചെയ്ത പ്രവൃത്തിയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം. അവൻ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടല്ല, പരിപൂർണതയെ തിരിച്ചറിഞ്ഞിട്ടല്ല, പക്ഷേ അവനേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റൊരാളെ കാണുന്നു, മുറിവേറ്റവനെ കാണുന്നു. അതുകൊണ്ട് തന്റെ ജീവിത പ്രവൃത്തികളെക്കാളും തന്റെ യാത്രയെക്കാളും പരമപ്രധാനമായി, തന്റെ സമ്പത്തിനേക്കാൾ പ്രധാനമായി അപരത്വത്തെ കാണുന്നു, അവനോട് നീതി കാട്ടുന്നു, നല്ല അയൽക്കാരനായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത്, അവനോട് കരുണ കാട്ടിയവൻ നീയും അതുപോലെ പോയി ചെയ്യുക. നമ്മളിന്ന് ആലോചിക്കണം, ഒരു ഇരുണ്ട സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഭയങ്കര വികസനം പ്രാപിച്ചവരും പുരോഗതി പ്രാപിച്ചവരും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതേസമയം തന്നെ കാരുണ്യരഹിതമായ, അപരോന്മുഖമല്ലാത്ത, അപരത്വത്തിലേക്ക് സ്വയം ദാനമായി അവനവനെ ചേർത്ത് വയ്ക്കാൻ കഴിയാത്ത പരിമിതാവസ്ഥയിൽപ്പെട്ടു പോയ സമൂഹത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഒരു വീട് മറ്റൊരു വീടിനെ തിരിച്ചറിയുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ മരണം സംഭവിച്ച് വേർപാടിന്റെ വേദനയിൽ ആ കുടുംബം ഇരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലിരുന്ന് TV വെച്ച് കണ്ട് മിക്സറും കുറിച്ച് സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഹൃദയം അടഞ്ഞതായി പോകുന്നു. അപരത്വ നിഷേധത്തിന്റെ മൂർത്തഭാവത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദൈവകരുണയുടെ പ്രസക്തി. ആ കാരുണ്യം എന്നിലൂടെ ഉണ്ടാവേണ്ടതാണ്. ആ കാരുണ്യം പ്രകടമാകേണ്ടത് നമ്മിൽ ഓരോരുത്തരിലൂടെയുമാണ്. വിശ്വാസം ഈ ലോകത്ത് അവതരിപ്പിക്കേണ്ടത് സ്നേഹത്തിന്റെ പരിപൂർണതയായ കാരുണ്യത്തെയാണ്. അതുകൊണ്ട് അറിവിലേറെ വളരുമ്പോഴും സാങ്കേതികമായി പുരോഗമിക്കുമ്പോഴും ഹൃദയശൂന്യരായി, ബുദ്ധിഹീനരായി, കാരുണ്യരഹിതരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് റോമർ ലേഖനം 1:31 പറയാം. നമ്മൾ കാരുണ്യരഹിതരായി മാറുന്നു. ഒരു സമൂഹത്തിന്റെ അധപ്പതനം കാണേണ്ടത് കാരുണ്യരാഹിത്യത്തിലാണ്. ദൈവാനുഭവത്തിന്റെ ഉന്നതതലമായ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ഭാവമായി മാറേണ്ട അപരത്വത്തിലേക്കുള്ള കടന്നുനിൽപ്പിന്റെ ശേഷിയെ നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറിപ്പോകുന്നു. സാമൂഹ്യ ബന്ധങ്ങൾ അകലുന്നു. ഈ ബന്ധങ്ങൾക്കകത്ത് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മനുഷ്യന്റെ പതിതാവസ്ഥയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളതും ശോചനീയമായിട്ടുള്ളതും. എഫേസ്യർ 2:4 ദൈവം കാണിച്ച സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണത് പ്രവർത്തിച്ചത്? എഫേസ്യർ 2:4 പറയാണ്, നാം പാപികളായിരിക്കെ, മരിച്ചവരായിരിക്കെ ദൈവം നമ്മോട് കാണിച്ച അനന്തമായ സ്നേഹത്താൽ കൃപയാൽ നാം വീണ്ടെടുക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ മരിച്ചവരായിരിക്കുന്ന നമ്മെ ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെയാണ്. ഈ ലോകത്തിന്റെ വിഷം, പാപത്തിന്റെ വിഷം നമ്മെ മൃതരാക്കി മാറ്റുമ്പോഴും ദൈവത്തിന് അനന്തമായ സ്നേഹം നമ്മെ വിമോചിപ്പിച്ചു. സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ പകർന്നു തന്നുകൊണ്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. ഇത് ദൈവത്തിന്റെ അനന്തമായ കരുണയാണ്. ആ കരുണയെ തിരിച്ചറിയുന്നവരാകുമ്പോൾ മാത്രമേ ആനുകാലിക ലോകത്തോട് കരുണാപൂർവം വർത്തിക്കാൻ നമുക്ക് കഴിയൂ. നമ്മിലൂടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ആനുകാലിക ലോകത്ത് വെളിപ്പെടേണ്ടത്. അത് ഏതെങ്കിലും ധർമ്മം കൊടുത്തുകൊണ്ടോ ഔദാര്യം കാട്ടിക്കൊണ്ടോ അല്ല, ഈ അപരത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അപരത്വത്തെ വീണ്ടെടുത്തുകൊണ്ടുമാണ്. ആയതിനാൽ നാം ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമ്മോട് ക്ഷമിച്ചതുപോലെ, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് പാപങ്ങൾ ക്ഷമിക്കണം, കാരുണ്യപൂർവ്വം പെരുമാറണം. എഫേസ്യർ 4:32 പറയാം, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിച്ചുകൊണ്ടും കരുണ കാണിച്ചുകൊണ്ടും ഹൃദയാർദ്രതയോടെ പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിന്റെ മുഖം വെളിപ്പെടുക അങ്ങനെയാണ്, ദൈവകരുണ വെളിപ്പെടുക അങ്ങനെയാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഒക്കെ വഴി വന്നുപോയ പാപങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന്. നമ്മളും
നമ്മുടെ പൂർവികരും ഒക്കെ വഴി വന്നുപോയ മനുഷ്യകുലത്തിന് ഒന്നാകെ പറ്റിപ്പോയ പിഴവുകളിൽ നിന്ന് അവിടെ നിന്ന് കുരിശിൽ മോചനം നൽകിയിട്ടുണ്ട്. അനന്തമായ കരുണ നമ്മോട് കാട്ടിയിട്ടുണ്ട്. ആ കരുണയിലേക്ക് ചേർന്ന് നിൽക്കുക വഴിയും ആ കരുണയുടെ പ്രയോക്താക്കളായി ആനുകാലിക ലോകത്ത് മാറുക വഴിയുമാണ് യഥാർത്ഥത്തിൽ ദൈവകരുണയെ സ്തുതിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്, ദൈവകരുണ അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. നമുക്ക് ഈ കരുണയുടെ അനുഭവത്തിൽ പരിമിതി ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹപ്രവൃത്തിയെ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ജീവിതത്തിലെ ദുർഘടങ്ങളും കഷ്ടതകളും ഒക്കെ കാരുണ്യരഹിതമായ പ്രവൃത്തിയാണെന്ന്. ദൈവത്തിന് കണ്ണില്ലെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ ദൈവം ഇങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട്, കരുണ കാണിക്കുന്നവനാണ്, ക്രിസ്തുവിൽ ഈ പാപക്ഷമ കിട്ടിയിട്ടുണ്ട്, അനന്ത കരുണയാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവും. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അർത്ഥമറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ആലോചിക്കും? നമ്മുടെ പൂർവികരെയൊക്കെ ഓർക്ക് എല്ലാവരും കുഴപ്പക്കാരാ, കർത്താവെ ഞങ്ങളോടൊക്കെ കരുണയായിരിക്കണേ, കരുണ കാട്ടിയിട്ട് ഞങ്ങളെ ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ എന്നുള്ള നിലയിലേക്ക് എത്തും. ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളും കഷ്ടതകളൊക്കെ ബന്ധനമായിട്ടും പാപമായിട്ടും ശാപമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇവയൊക്കെ പരിഹരിക്കാനുള്ള കുറുക്ക് വഴിയായി കരുണാപ്രാർത്ഥനയെ കാണും. കരുണാപ്രാർത്ഥന എന്നത് ദൈവത്തിന് അനന്ത കരുണയെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കുന്ന കാര്യം. അവൻ എന്നോട് കരുണ കാട്ടി, എന്റെ പൂർവികരോട് കരുണ കാട്ടി, സകല ജനത്തെയും വീണ്ടെടുത്തു, അവൻ എന്നേക്കുമുള്ള പരിഹാര ബലിയായിട്ട് മാറി. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അവനിൽ വെളിപ്പെട്ടു. ആ വെളിപ്പെട്ട സ്നേഹത്തിനകത്താണ് ഞാനും നിങ്ങളും എന്ന പരമാർത്ഥം ഓർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് അതിനെ തിരിച്ചറിയണം. ഹെബ്രായർ 4:16 പറയും, നമുക്ക് കരുണയും കൃപയും വേണ്ട സമയത്ത്, ഇത് അനുഭവമാകേണ്ട സമയത്ത് നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്കിത് അനുഭവം ആവണമല്ലോ. ഇത് നമുക്ക് നൽകപ്പെട്ടതാണ്, പക്ഷെ നമുക്ക് അനുഭവം ആവുന്നില്ല. അനുഭവത്തെ എന്തുകൊണ്ടാണ്? നമുക്കതിനെക്കുറിച്ച് യാഥാർത്ഥ്യബോധം ഉണ്ടാവുന്നില്ല. ആ ക്രിസ്തുബോധം നമ്മിലേക്ക് ഉണ്ടാകണം. അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്നാണ് അവനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിൽ വരേണ്ടത്. സ്നേഹം ഒരു പ്രതിസ്നേഹം ആവശ്യപ്പെടുന്നു. എനിക്ക് വേണ്ടി അവൻ മരിക്കുന്നു. ഞാൻ എങ്ങനെ അത് മറക്കും? എനിക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും? ഫെബ്രുവരി 8:12 പറയണം, അവരുടെ അനീതികളുടെ നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങളെ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള കുറവുകളെയും പോരായ്മകളെയും നോക്കുന്നവനല്ല ദൈവം എന്ന് പറയാണ്. ഞാൻ അനന്ത കരുണയുള്ളവനാണ് അവരുടെ അനീതികളുടെ മേൽ. എന്നിട്ട് പറയാണ്, ഞാൻ അവരുടെ പാപങ്ങൾ ഓർക്കുകയില്ല. ഇങ്ങനൊരു സ്നേഹമാണ് നമുക്ക് നൽകപ്പെട്ടത്. ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാനും ആ സ്നേഹത്തെ ആനുകാലിക ലോകത്ത് വെളിപ്പെടുത്തി കൊടുക്കാനും വിളിക്കപ്പെട്ടവരാണ് സവിശേഷമായി നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നവർ. അതുകൊണ്ട് ക്രൈസ്തവ ധാർമ്മികതയുടെ അടിസ്ഥാനമായ ദൗത്യം ഈ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്, ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് കുറവുണ്ട്, നിങ്ങൾക്ക് പോരായ്മയുണ്ട്, ഇന്നതൊക്കെ ചെയ്താൽ രക്ഷപ്പെടും എന്നല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. നിങ്ങൾ ഏത് പാപാവസ്ഥയിലാണെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിലും ഏത് തകർച്ചയിലാണെങ്കിലും നിങ്ങളോട് അവൻ കാട്ടിയ അനന്തമായ കാരുണ്യത്തെ നിങ്ങൾ അറിയണം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, വീണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുറവുകളെ അവിടെ നിന്ന് മറക്കുന്നു, ആഴിയുടെ അഗാധങ്ങളിലേക്ക് തള്ളുന്നു. നിങ്ങൾ അനീതികളോട് അവൻ കരുണയുള്ളവനായിരിക്കുന്നു. ഈ പരമാർത്ഥമാണ് ലോകത്തോട് നമ്മുടെ ജീവിത പ്രവൃത്തി വഴി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനാൽ ദൈവത്തിന്റെ കരുണയിലാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാകണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ചെയ്യേണ്ടത് എന്ത് എന്ന് 1 പത്രോസ് 3:8 പറയുന്നുണ്ട്. 5 കാര്യങ്ങളുള്ളവരായി നമ്മൾ മാറണം എന്നാണ്. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിട്ട് മാറണം. ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിൽ ഭാഗവാക്കാകാൻ എനിക്ക് നിങ്ങൾക്ക് അവസരം കിട്ടിയ, തിരിച്ചറിയാൻ അവസരം കിട്ടിയ എന്ന ബോധ്യത്തോടെ ഈ ലോകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ, കരുണയുള്ളവരായി മാറാൻ, പ്രവർത്തിക്കകത്ത് ഈ സ്നേഹത്തിന്റെ ശക്തി നിറച്ചവരായി മാറാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കർത്താവെ കരുണ ചെയ്യണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാരുണ്യരഹിതനായ ഒരാളോട് പ്രാർത്ഥിക്കുന്ന പോലെ ദൈവമേ കരുണ ചെയ്യണമേ, ഇനിയും ചെയ്യാത്തൊരു പ്രവൃത്തിയാണെന്ന അർത്ഥത്തിലല്ല, ക്രിസ്തുവിൽ വെളിപ്പെട്ട കരുണ എനിക്ക് അനുഭവമാക്കണമേ, ആ കാരുണ്യത്തിന്റെ പ്രവൃത്തിയാക്കി എന്നെ മാറ്റണമേ എന്ന ദാഹത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ. ആ തിരിച്ചറിവും ബോധ്യവും നമ്മളെ നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.